ഇന്നത്തെ എവിക്ഷൻ പ്രക്രിയയിലുണ്ടായ ഒരു സംഭവം നമ്മളത് കണ്ടതാണ്. എന്നാൽ അത് പറയാതിരിക്കാൻ വയ്യ. അതായത് ആദില സേഫ് ആകുന്ന സമയത്ത് അഭിലാഷാണ് വന്ന് പൂമാലയിടുന്നത്. അങ്ങനെ ആദില സേഫ് ആകുന്നുണ്ട്. ആദില സേഫായി എന്ന് തോന്നുന്ന സന്തോഷത്തിൽ നൂറ ഇറങ്ങി ഓടി പുറത്തേക്ക് വരുന്നുണ്ട്. നൂറയ്ക്ക് പിറകെ ഓടി വരുന്നത് അനുമോൾ. നൂറ വന്ന് സ്വാഭാവികമായിട്ടും ആദിലയായതുകൊണ്ട് നമുക്കത് മാറ്റി വെക്കാം. എന്നാലും നൂറ പോലും അങ്ങോട്ട് വരാൻ പാടില്ല. വിളിക്കുന്ന ആൾക്കാർ മാത്രം വന്ന് പൂമാലയിട്ട് അവരെ അകത്തേക്ക് കൊണ്ടുപോകുക, അവർ സേഫ് എന്നുള്ള രീതിയിലാണ് ആ ഒരു സെഗ്മെൻറ്റ് സംഘടിപ്പിച്ചത് ബിഗ് ബോസ്. അവിടേക്കാണ് നൂറയും ഓടി വരുന്നത്. നൂറയ്ക്ക് പിറകെ അനുമോളും ഓടി വരുന്നത്. അനുമോൾ ഇവിടെ കുറച്ച് ഓവറായോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇമോഷണലി അങ്ങനെ കാണിക്കേണ്ട സമയമല്ല. അവർക്ക് എവിക്റ്റായി പോകുന്ന സമയത്ത് സംസാരിക്കാൻ സേവ് ആയാൽ അവർ വീട്ടിനകത്തേക്കാണ് വരുന്നത്. അവിടുന്ന് അവിടെ സ്നേഹപ്രകടനം കാഴ്ചവെക്കാൻ പുറത്തേക്ക് ഓടിപ്പോയി ഒരു സ്നേഹപ്രകടനം കാഴ്ചവെച്ച് ഓവറാക്കി ചളമാക്കി കുളമാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഇത് കണ്ടിട്ട് ആണ് ലാലേട്ടൻ എനിക്ക് പറ്റില്ല, ബിഗ് ബോസ് എന്താ തീരുമാനം എടുത്തോ, ഞാൻ പോകുക എന്ന് പറഞ്ഞത്. കാരണം ലാലേട്ടൻ പറയുന്നുണ്ട് അവിടെ, അതായത് വിളിക്കുന്ന ആൾക്കാർ മാത്രം പോകാമെന്ന്. ആ സമയത്താണ് ആദില സേവായ സമയത്ത് അനുമോളും നൂറയും അങ്ങോട്ട് ഓടി വരുന്നതും ലാലേട്ടൻ ഇത് കണ്ട് ദേഷ്യപ്പെട്ടിട്ട് പുറത്തേക്ക് പോകുന്നതും. അങ്ങനെ ഒരു സ്നേഹപ്രകടനത്തിൻ്റെ ആവശ്യം അനുമോൾക്കുണ്ടായിരുന്നു. നൂറയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മാറ്റി വെക്കാം. എന്നാലും അനുമോൾക്ക് അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്തായാലും ആദില സേവായിട്ട് വീട്ടിനകത്തേക്കല്ല വരുന്നത്. അവിടുന്ന് സ്നേഹപ്രകടനം കാണിച്ച പോരെ. മറ്റ് മത്സരാർത്ഥികളൊന്നും സേവ് ആകുന്ന സമയത്ത് പോയിട്ടില്ല. അപ്പോൾ ഇതൊരു ഒരു ചിലർക്കൊരു ഇഷ്ടപ്പെടാത്തൊരു രീതി മാറും അനുമോൾക്ക്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.